രാവിലെ എണീറ്റ് ഉടനെ മുറ്റത്തൊരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ കണ്ട ഒരു കാഴ്ച കണ്ടത് ഇന്നത്തെ കണി ഇവനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മുറ്റത്തൊന്നും പോയി നോക്കാതെ വേഗം കിച്ചണിൽ പോയി വർക്കൊക്കെ തീർത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയത് കിട്ടും. അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു കാണിക്കുന്നുണ്ടല്ലോ പെയിൻറ്റിൻ്റെ കപ്പ് ഉണ്ടല്ലോ, നമ്മളത് മുറ്റത്ത് ചെടി നനയ്ക്കാനോ എന്തെങ്കിലും വെള്ളം എടുക്കാനൊക്കെ ആയിട്ട് മുറ്റത്തെ ഒരു പൈപ്പിൻ്റെ ടാപ്പിൻ്റെ അവിടെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ കടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാന്തൻ നായ്ക്കൾ എന്നൊക്കെ പറയുമല്ലേ, അത് ആ ഒരു ഇനത്തിൽപ്പെട്ട പോലെ ഉണ്ട് കേട്ടോ. വെറുതെ കിടന്ന് അങ്ങനെ കടിച്ചെടുക്കണത്. കിച്ചണിലെ വർക്കൊക്കെ തീർത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ നല്ലൊരു പണി ഉണ്ടാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഒരിക്കലും കരുതിയില്ല കേട്ടോ. നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിപ്പോൾ 3 മാസമായി. ഇതുവരെ ഇങ്ങനെ ഒരു ശല്യം ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ മാറ്റും ഐറ്റംസ് ഒന്നും അങ്ങനെ എടുത്ത് വെക്കാറില്ല കേട്ടോ. അപ്പം നല്ല പോലെ ദുൽമെടുത്തിട്ടെന്ന് തന്നെ പറയും നമ്മളെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ. മോൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ആട്ടോ. അവരൊരു സെറ്റ് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട്. ആനിമൽസിന് ഭയങ്കര ഇഷ്ടമാണോ എനിക്ക്. അപ്പോൾ ആന കുതിര എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാലും അങ്ങനെയൊക്കെ എല്ലാ ഭാഗങ്ങളും കടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കാക്കാൻ്റെ ചെരുപ്പ് പൊട്ടിച്ചിട്ടുണ്ട്. നല്ല പുതിയ ചെരുപ്പായിരുന്നു കേട്ടോ. നമുക്ക് യൂസ് ചെയ്തിട്ട് ഒഴിവാക്കാനായിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല. പുതിയ സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ ഇതുപോലെ നാശാക്കുമ്പോൾ ഒരു സങ്കടമല്ലേ. ഈ ഒരു ടീംസ് കയറി കഴിഞ്ഞാൽ നമ്മുടെ നോർമലി ഉള്ള ഒരു തുടക്കലൊന്നും പറ്റൂല കേട്ടോ. കാരണം ഒരു വൃത്തിയായിട്ടൊരു സ്മെല്ലായിരിക്കും നമ്മൾ നോർമലി തുടച്ച് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ ഈ ചെറുപ്പം മുതൽക്ക് ഞാൻ പഠിച്ചിട്ടുള്ളൊരു സംഭവമുണ്ട്, മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടൊക്കെ അങ്ങനെ കഴുകുന്നത്. അപ്പോൾ അത് ശരിക്കും നല്ലത് തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ എത്ര മറ്റുള്ള ഈ ഒരു സ്മെല്ലിന് വേണ്ടി ഇടുന്നതിനേക്കാളും നല്ലത് തന്നെയാണ്. അപ്പോൾ മണ്ണ് ആക്കിയിട്ടുള്ള വെള്ളം ആദ്യം വെച്ചൊന്ന് അടിച്ചെടുത്ത് പിന്നെ കുറേ പ്രാവശ്യം അതുപോലെ കഴുകിയിട്ട് അതിൽ ഇടയിലുള്ള പ്രാവശ്യം ഡെറ്റോളും അതുപോലെ ലിക്വിഡൊക്കെ വെച്ചിട്ട് അങ്ങനെയും കഴുകിയിട്ടും. അപ്പോഴാണ് പിന്നെ ഒരു സമാധാനമായത്. ചെറിയ മക്കളൊക്കെ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം ടൈമിലൊക്കെ മക്കളൊക്കെ ഇവിടെ കിടത്തുന്നത്. അപ്പോൾ ഒരു വൃത്തി തോന്നൂലല്ലോ. നമ്മളത് ഒരു ഫുൾ ഓപ്പൺ ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടിലുള്ള ഒരു മിനി ഓപ്പണാണ് കേട്ടോ. കാരണം ഗ്രില്ല് വെച്ചിട്ടില്ല, അത് കാരണമാണ് ഉള്ളിലേക്ക് കയറിയത്. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള സിറ്റ് ഔട്ടായിരുന്നു ഏറ്റവും ഇഷ്ടം. പക്ഷേ കാക്ക പറഞ്ഞിട്ട് ഇങ്ങനെ വേണ്ട നമുക്ക് ഇരിക്കാനുള്ള ഒരു ഭാഗമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളതായിരുന്നു. എന്തായാലും നല്ലൊരു പണിയായിരുന്നു കേട്ടോ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ. നമുക്ക് വേറെ വാങ്ങട്ടോ. തൊടരുത് കൈ എടുത്തേക്ക്. അവനക്കിത് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ എത്രത്തോളം ഇഷ്ടമായിരുന്നു എന്നുള്ളത് നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇതൊന്നും ആയിരുന്നില്ല വീട് നല്ലപോലെ കരഞ്ഞ് ഒരു സെക്ഷൻ കഴിഞ്ഞതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കാക്കാക്ക് കേൾപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഇതിലും കൂടി ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ ശല്യം ഉണ്ടാവാറുണ്ടോ, എന്താ ചെയ്യാലെന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.